ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് ഞാൻ ഓടിച്ച കുറച്ച് വണ്ടി കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ എക്സ്പൾസ് റാലി കിറ്റ് വേർഷനാണ്. ഇത് എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയല്ല, കാരണം നല്ല ഹൈറ്റാണ്. എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് തന്നെ എനിക്ക് കുറച്ച് പാടാണ് കേട്ടോ കാലെത്താനൊക്കെ. അത് ഹീൽസ് ഇട്ടാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ ഹീൽസ് ഇട്ട് വണ്ടി ഓടിക്കണം എന്നുള്ളത് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതെങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാനായിട്ട്. അപ്പോൾ കുറച്ച് പാടായിരുന്നു. ആദ്യം കുറച്ച് കൺഫ്യൂഷൻ തോന്നും, ഗിയറൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ വണ്ടിയിൽ ഓടിക്കുമ്പോൾ ഒരു ഫീൽ എന്ന് വെച്ചാൽ അത് വേറെയാണ്. കാരണം നമ്മൾ റോഡിലെ കുണ്ടും കുഴിയൊന്നും ചാടുന്നതേ അറിയത്തില്ല. ഞാൻ ഡെയിലി KTM യൂസ് ചെയ്യുന്ന ഒരാളാണ്. KTMന് ഭയങ്കര പവറാണെങ്കിൽ ഇതെനിക്ക് ഓടിക്കുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ട് തരുന്നുണ്ട്. കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയിൽ പോകാൻ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇനി അടുത്ത വണ്ടി നമ്മുടെ കോണ്ടിനെൻ്റൽ GT റോയൽ എൻഫീൽഡാണ്. നോർമലാണ് ലുക്ക് വൈസ്, പക്ഷേ വളരെ സ്പെഷ്യലായിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണുള്ളത്, അതുപോലെ ബാക്കിൽ ഡിസ്ക് ബ്രേക്കിൽ 2 പിസ്റ്റൻസ് ഉണ്ട്. ലുക്ക് വൈസ് ശബ്ദമെല്ലാം അടിപൊളിയാണ്. കണ്ണാടി ഇല്ലാത്തൊരു വണ്ടിയാണ്. അതുപോലെ കണ്ണാടി ഇല്ലാത്ത വണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കുറച്ച് റഫ് ലുക്കാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൊളി വണ്ടിയാണ്. റോട്ടിൽ കൂടെ പോകുമ്പോൾ ആരാണെങ്കിൽ നോക്കി പോവും. ദെൻ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫോർഡ് എൻഡവറാണ്. നമ്മുടെ സ്വന്തം വണ്ടി. 3200 cc ആണ് കേട്ടോ ഈ വണ്ടി വരുന്നത്. അതുപോലെ 5 സിലിണ്ടർ വണ്ടിയാണ്. 230 bhp, 560 Nm ടോർക്ക്. എക്സ്ട്രീം ഓഫ് റോഡർ വണ്ടിയാണ്. പൊളി വണ്ടിയാണ്. അതുപോലെ നമ്മുടെ എക്സ്പൾസ് പൊളി വണ്ടിയാണ്. പിന്നെ അതെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈലക്സിൻ്റെ ടൊയോട്ട വണ്ടി ഓടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കാണ്. 2.8 cc ആണ്. 204 bhp ആണ്. അതുപോലെ 500 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ റിയറിൽ ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ് റോഡ് ആൻഡ് ഓൺ റോഡ് അടിപൊളി വണ്ടിയാണ്. ഓടിച്ചിട്ട് എനിക്ക് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ചാടി മറിഞ്ഞ് എന്നാൽ എന്താ പറയുക, ആ വണ്ടിക്കകത്തേക്ക് ഭയങ്കര കംഫോർട്ടാണ്. നമ്മളിങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണ്. നല്ല രസമായിരുന്നു കേട്ടോ ആ വണ്ടി ഓടിക്കാനായിട്ട്. അടിപൊളി വണ്ടിയാണ്. പിന്നെ അഗെയിൻ നമ്മുടെ എൻഡവറാണ് വരുന്നത്. ഫോർഡ് എൻഡവറാണ് വരുന്നത്. ഇത് 2000 cc ആണ്. കാട് മല എല്ലാം കയറാൻ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു എക്സ്ട്രീം ഓഫ് റോഡിൻ്റെ ഇടയ്ക്ക് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒരു രസം തോന്നി, ടയർ ഇങ്ങനെ കറക്കാനായിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ വണ്ടി നിൽക്കുന്ന നിപ്പുണ്ടോ, അത് ഭീകരമാണ് കേട്ടോ. ശരിക്കും ഭീകരമാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും തോന്നൂല. എഗെയിൻ നമ്മുടെ എക്സ്പൾസിൻ്റെ അടുത്തേക്ക് വന്നു. ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒരിടയ്ക്ക് ഞാൻ ഫുൾ ടൈം എക്സ്പൾസിൻ്റെ മുതുകത്തായിരുന്നു. കാരണം എനിക്കത് വണ്ടി ഓടിക്കണം എന്നൊരു വാശിയായിരുന്നു. കാരണം എസ്പെഷ്യലി എപ്പോഴും ബ്രിൻഡോ ഇങ്ങനെ പറയായിരുന്നു, ഇത് ഓടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, നല്ല കാല് എത്താൻ കുറച്ച് പാടാണ്. അപ്പം പെണ്ണുങ്ങൾക്ക് ഇത് എസ്പെഷ്യലി ഓടിക്കാൻ പാടാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒടുവിൽ ഞാനത് ഓടിച്ചു ഗൈസ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഈ വണ്ടി.